പശ്ചിമേഷ്യയിൽ അശാന്തം തന്നെയാണ് സാഹചര്യങ്ങൾ. യുദ്ധത്തിന് അറുതിയില്ല. ഇറാന് വീണ്ടും ഇതാ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. തീവ്രവാദം തുടച്ചു നീക്കും വരെ ആക്രമണം തുടരുമെന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിമതരോട് ഭരണം പിടിക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്യുകയാണ്. കടുത്ത ആക്രമണങ്ങൾക്ക് പിന്നാലെ ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രി ഇപ്പോൾ ഇറാൻ ഒഴിപ്പിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. അമേരിക്കയുടെ 3 സൈനികർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ഇസ്രായേലിലെ ഹൈഫയിൽ ഇതാ ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാൻ മുന്നറിയിപ്പുമായി GCC രാജ്യങ്ങൾ രംഗത്തെത്തുന്നതും നമ്മൾ കാണുകയാണ്. അതിർത്തി കടന്നുള്ള നീക്കങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അതേസമയം ഇതാ ഇപ്പോൾ സംഘർഷത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില 13% ഉയർന്നിരിക്കുകയാണ്. സായ് കുമാറാണ് വാർഡസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സായി, ഒരു ശാന്തതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തോന്നലുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴിതാ വീണ്ടും അമേരിക്ക കടുത്ത മുന്നറിയിപ്പാണ് ഇറാന് നൽകുന്നത്. പോരാട്ടം തുടരും, യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം നിലവിലെ സാഹചര്യത്തെ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? വിനീത, നിലവിൽ ഒരു ശാന്തതയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം രാത്രിയും ഈ രാത്രി പുലരുമ്പോഴും വലിയ ആക്രമണങ്ങൾ ഗൾഫ് റീജിയനിലും ഒപ്പം ഇറാനിലെ ടെഹ്റാനിലും ഒക്കെ ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ എല്ലാം നൽകുന്നത്. ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു സൂചനയും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. നേതാക്കളുടെ വാക്കുകളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നതൊഴിച്ചാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതായി വന്ന പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ ആക്രമണം ഉടനൊന്നും അവസാനിപ്പിക്കില്ല, ഏകദേശം 4 ആഴ്ചയോ അല്ലെങ്കിൽ അതിൽ കുറവോ സമയം എടുക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് അതിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാൻ, അവിടുത്തെ തീവ്രവാദ ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ 4 ആഴ്ചയോളം സമയമെടുക്കും എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറയുകയും ചെയ്തത്. അതോടൊപ്പം ഇറാനിലെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ഭരണം പിടിച്ചെടുക്കൂ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന ഒരു ആഹ്വാനം കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുണ്ട്. അതായത് ഭരണമാറ്റം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അതിന് അവിടെ പ്രതിഷേധത്തിലുള്ള നിലവിലെ ഭരണകൂടത്തോട് പ്രതിഷേധത്തിലുള്ള ജനതയോട് തെരുവിലിറങ്ങാനും ഭരണം പിടിച്ചെടുക്കാനുമുള്ള ആഹ്വാനമാണ്. കഴിഞ്ഞ ദിവസം സമാനമായ പ്രതികരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇറാന്റെ IRGCയുടെ ആസ്ഥാനം തന്നെ തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പാമ്പിന്റെ തല തങ്ങൾ വെട്ടിമാറ്റി എന്നാണ് അമേരിക്കൻ സൈന്യം അതിന് പറഞ്ഞ ഒരു മറുപടി. കഴിഞ്ഞ കുറേ നാളുകളായി കുറേയധികം അമേരിക്കൻ സൈനികരുടെയും പൗരന്മാരുടെയും ഒക്കെ ജീവനെടുത്ത അവരുടെ IRGCക്ക് നിലവിലൊരു ആസ്ഥാനം പോലുമില്ല, അതുപോലും തങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്നും പ്രത്യാക്രമണങ്ങൾ തുടരുന്നുണ്ട്. ബഹ്റൈനിലൊക്കെ വലിയ ആക്രമണം ഉണ്ടായതായും അവിടെ തീപിടുത്തം ഉണ്ടായതായും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമുള്ള US എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 ഡ്രോണുകൾ പതിച്ചു എന്നതാണ് വിവരം. ബഹ്റൈനിലെ സൽമാൻ തുറമുഖത്തിന് നേരെയും ആക്രമണം ഉണ്ടായി എന്ന അപ്ഡേറ്റുകൾ കൂടി വരികയാണ്. അല്പം മുമ്പാണ് ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമുള്ള US എയർബേസിന് നേരെ ആക്രമണമുണ്ടായത്. അവിടെ 2 ഡ്രോണുകൾ പതിച്ചതായിട്ടുള്ളതാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടി ദൃശ്യങ്ങൾ ഇപ്പോൾ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എത്രമാത്രം വലിയ നാശനഷ്ടമുണ്ടായി എന്ന് വ്യക്തമല്ല, പക്ഷേ ആ പ്രദേശമാകെ വലിയ രീതിയിൽ പുക ഉയരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരികയും ചെയ്യുന്നത്. അതിനിടെ സിറിയയിൽ ഇപ്പോൾ മിസൈൽ അവശിഷ്ടം പതിച്ച് 4 പേർക്ക്, അതൊരു കുടുംബത്തിനുള്ളിലെ കാണത് പതിച്ചത്. അത് പിതാവിനും 3 പെൺമക്കൾക്കും പരിക്കുണ്ട്. 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബഹ്റൈനിലെ സൽമാൻ തുറമുഖത്താണ് വലിയ ആക്രമണം ഉണ്ടായത്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇറാന്റെ ഈ കടന്നാക്രമണത്തിന് ശക്തമായ മറുപടി നൽകും എന്നാണ് GCC രാജ്യങ്ങളിലെ തലവന്മാർ, അതിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ അടിയന്തരമായി യോഗം ചേരുകയും ഇറാന്റെ ഈ നടപടിയെ, തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറിയുള്ള ഇറാന്റെ കടന്നാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും അതിന് മറുപടി നൽകും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മിന സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള ഒരു തുറമുഖ കേന്ദ്രത്തെയാണ് ഇറാൻ ആക്രമണം ലക്ഷ്യമിട്ടത്. ഇറാൻ ലക്ഷ്യമിട്ടതെന്ന് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം തന്നെ അറിയിക്കുന്നു. ഇറാന്റെ ആക്രമണത്തിൽ അവിടെ ഒരു തീപിടുത്തമുണ്ടായി. അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സിവിൽ ഡിഫൻസ് സേന ആരംഭിച്ചതായും ഇപ്പോൾ വന്ന വിവരങ്ങൾ പറയുന്നുണ്ട്. അൽ ജസീറ അതിന്റെ ദൃശ്യങ്ങളടക്കം
കൊടുക്കുന്നുണ്ട്. ഫയർഫോഴ്സ് അംഗങ്ങൾ, അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ ഉണ്ടായ തീപിടുത്തം അണയ്ക്കാനുള്ള ഇസ്രയേലും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇറാനിലെ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം പകൽ മുതൽ തന്നെ ടെഹ്റാൻ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഇറാന്റെയും അമേരിക്കയുടെയും സൈന്യം ആരംഭിച്ചതാണ്. അവിടെയുള്ള ഗാന്ധി ആശുപത്രിയിൽ വലിയ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അങ്ങനെ വളരെ പെട്ടെന്ന് ആക്രമണം ഉണ്ടാകും എന്ന് കടുപ്പിക്കുമെന്ന് തോന്നിയതുകൂടി വളരെ പെട്ടെന്ന് ആശുപത്രി പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇറാൻ പോവുകയും ചെയ്തു. ടെഹ്റാൻ തന്നെയാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യം. എന്തായാലും ഇനിയും തങ്ങളുടെ ടാർഗറ്റിൽ ഇനിയും ഇറാന്റെ നേതാക്കളുണ്ട്, അവരെയും വധിക്കും. ഒറ്റ മിനിറ്റ് കൊണ്ട് 40-ലധികം കമാൻഡർമാരെ തങ്ങൾ വധിച്ചു എന്നാണ് ഇന്നലെ അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപും ആ രീതിയിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇതിനോടകം ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന അവകാശവാദം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതോടൊപ്പം ചർച്ചയുടെ ഒരു സാധ്യത ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ ഉണ്ടായത് ഈ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിന് ചർച്ചയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അത് കുറെ കൂടി നേരത്തെയാകണമായിരുന്നു എന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഒമാന്റെ ഒരു പ്രതികരണം കൂടിയാണ് ഈ സമയത്ത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഒമാൻ പറയുന്നത് ചർച്ചയുടെ സാധ്യത അവസാനിച്ചിട്ടില്ല. കാരണം ഒമാനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഇറാൻ അവിടെയും ഒമാനിലും കയറി ആക്രമണം നടത്തിയതോടുകൂടി ആ ചർച്ചയുടെ സാധ്യത അടയുന്നു എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒമാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ചർച്ചയുടെ സാധ്യത അടഞ്ഞിട്ടില്ല, വീണ്ടും ചർച്ചകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടി ഒമാൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയും പലയിടങ്ങളിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനമടക്കം തകർത്തു. കഴിഞ്ഞ 47 വർഷത്തിനിടെ 1000-ലധികം അമേരിക്കക്കാരുടെ മരണത്തിന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉത്തരവാദിയായി എന്നാണ് US സെൻട്രൽ കമാൻഡ് ഈ ഒരു തകർത്ത IRGCയുടെ ആസ്ഥാനം തകർത്ത വിവരം അറിയിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞത്. അത് പാമ്പിന്റെ തല ഞങ്ങൾ വെട്ടിമാറ്റി എന്നാണ്. അതായത് ഭൂമിയിലെ ഏറ്റവും ശക്തമായ സൈന്യം ഇപ്പോൾ US-ന്റേതാണ് എന്ന് അവർ ആവർത്തിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും ശക്തമായ സൈന്യം അത് ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അല്പം മുമ്പാണ് ഈ ബാഗ്ദാദ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമുള്ള അമേരിക്കയുടെ വിക്ടോറിയ ബേസിനുള്ളിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ കണ്ടത്. അതായത് അമേരിക്കയുടെ ഏതൊക്കെ ഇടങ്ങളിൽ അവരുടെ താവളങ്ങളുണ്ടോ അവിടങ്ങളിലൊക്കെ ചെന്ന് ആക്രമണം നടത്താനുള്ള ഇറാന്റെ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ടില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവർ അത് ഇപ്പോഴും തുടരുന്നു. ശക്തമായി അപലപിക്കുന്നുണ്ട് ബഹ്റൈനും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ. പക്ഷെ അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഇല്ല. ഇപ്പോഴെന്തായാലും 2 ഡ്രോണുകളാണ് ഈ സൈനിക താവളത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അവിടെ പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഇതിലിപ്പോൾ ബ്രിട്ടനോട് കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അവർ കൂടി ഇതിന്റെ ഭാഗമാകണം എന്നുള്ളത്. അതവർ സമ്മതിച്ചതായുള്ള കെയ്ൻ സ്റ്റാമറുടെ ഒരു പ്രതികരണം കൂടി ഇപ്പോഴുണ്ട്. ഇറാന്റെ മിസൈൽ ശേഖരണ കേന്ദ്രങ്ങൾക്കും ലോഞ്ചറുകൾക്കും എതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി തങ്ങളുടെ ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന രാജ്യം അംഗീകരിച്ചതായാണ് ഇപ്പോൾ കെയ്ൻ സ്റ്റാമർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടൻ കൂടി ഇതിന്റെ ഭാഗമാകുമോ എന്നുള്ളത് കൂടി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ അപലപിക്കുന്നു. അവരുടെ സഹകരണ കൗൺസിലിന്റെ തീരുമാനം ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒന്നിച്ച് നീങ്ങാൻ തന്നെയാണ്. അവരുടെ വിദേശകാര്യമന്ത്രിമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ശക്തമായ മറുപടി നൽകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടി തങ്ങൾ മടിക്കില്ല എന്നാണ് ഇറാൻ അവർ നൽകുന്ന മറുപടി. സ്വയം പ്രതിരോധത്തിന് തങ്ങൾക്കും അവകാശമുണ്ട്, അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇറാന് ഗൾഫ് രാഷ്ട്രങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്.